BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കാനോ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. മോദിയെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും ഈ പറയുന്ന വർഗീയവാദവും അല്ലാതെ മറ്റൊരു കാര്യമില്ല. ഇത് ആളുകൾക്ക് ഇത് മടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. കേട്ട് പല്ലവികൾ തന്നെ പിന്നെയും പറയുക. ഇത്തവണ പിന്നെ ഇനി വരാൻ പോകുന്ന ഇനി 2 ഘട്ടങ്ങളുണ്ട്. ഞാനും വിചാരിക്കുന്നത് ഉറപ്പായും മോദിയുടെ ഒരു കരച്ചിൽ അവസാന ഘട്ടങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 400-ലധികം സീറ്റുകൾ ഇത്തവണ നേടുമെന്ന് പറയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പോൾ നിൽക്കുന്ന 303 എന്ന പോയിന്റിൽ നിന്നൊരു 4 സീറ്റ് കുറഞ്ഞാൽ 300-ൽ താഴെ പോകുമെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 300-ൽ താഴെയിലേക്ക് BJP എത്തിയാൽ അത് പരാജയത്തിന് തുല്യമാണ് എന്ന് ഒരു പക്ഷേ വിലയിരുത്താൻ സാധിക്കും. 2019 ഈ സമയത്ത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ 5 ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP നടത്തുന്ന അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനെ ചെറുക്കാൻ പറ്റാതെ തളർന്ന് തരിപ്പണമായിരുന്നൊരു കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നമ്മൾ 2019 കണ്ടു. ആ സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി 2024 എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പക്വമാർന്ന ഒരു ക്യാമ്പയിൻ ശൈലി രൂപപ്പെട്ടിരിക്കുന്നു. പക്ക പോസിറ്റീവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 5 ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 3/4 സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി കേവലം 150 സീറ്റുകളിൽ താഴെ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ ഇന്ത്യ സഖ്യം എത്ര മുന്നേറ്റം നടത്തും എന്ന ചോദ്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് എത്ര സീറ്റുകൾ നേടാൻ സാധിക്കും എന്നതാണ്. ഈ സമയത്ത് 100 സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിക്കുകയാണെങ്കിൽ എന്താകും ഇന്ത്യൻ രാഷ്ട്രീയം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനപ്പുറം എന്താകും BJPയുടെ അവസ്ഥ എന്നതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന ആ വിഷയമാണ്. എന്നോടൊപ്പം വിഷ്ണുവാണ്. വിഷ്ണു, 100 സീറ്റുകൾ, പലതരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. 150 കടക്കുമെന്ന വിലയിരുത്തലുകളുണ്ട് ഈ പറയുന്ന BJP കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്. ഒരു തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് 400 സീറ്റിൽ താഴെ മത്സരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തവണ 328 സീറ്റുകളിലേക്ക് വരുന്നു. ബാക്കി 200-ലധികം സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളിടത്ത് തന്നെ എന്തും സാക്രിഫൈസ് ചെയ്യാൻ, എന്തും വേണ്ട എന്ന് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്തവണ BJP ഭരണത്തിൽ നിന്ന് ഇറക്കണം എന്നൊറ്റ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കക്ഷികളും ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അവസരത്തിൽ 100 സീറ്റുകളുടെ അടുത്ത് കോൺഗ്രസ് നേടുകയാണെങ്കിൽ ഇന്ത്യ സഖ്യം എത്ര നേടും എന്നുള്ള ചോദ്യം അപ്പുറത്തുണ്ട്. എങ്കിൽ കൂടി 100 സീറ്റുകൾ നേടുകയാണെങ്കിൽ എന്താകും BJPയുടെ അവസ്ഥ എന്നുള്ളതാണ് ചോദ്യം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം 303 സീറ്റുകളാണ് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 നേടിയത്. ഈ 303 സീറ്റിൽ ഭൂരിഭാഗം സീറ്റുകളും 90% സീറ്റുകളും നേടിയിട്ടുള്ളത് കോൺഗ്രസുമായി നേരിട്ട് മത്സരിച്ച് വിജയിച്ച സീറ്റുകളാണ്. ഇവിടെ കോൺഗ്രസ് ജയിക്കുന്ന ഓരോ സീറ്റുകളും, അതായത് 51 സീറ്റുകളിലാണ് 2019 കോൺഗ്രസ് വിജയിച്ചത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേടുന്ന ഓരോ സീറ്റുകളും BJPക്കായിരിക്കും പ്രഹരമായി മാറുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കണക്കാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 400-ലധികം സീറ്റുകൾ ഇത്തവണ നേടുമെന്ന് പറയുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇപ്പോൾ നിൽക്കുന്ന 303 എന്ന പോയിന്റിൽ നിന്നൊരു 4 സീറ്റ് കുറഞ്ഞാൽ 300-ൽ താഴെ പോകും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 300-ൽ താഴെയിലേക്ക് BJP എത്തിയാൽ അത് പരാജയത്തിന് തുല്യമാണ് എന്ന് ഒരു പക്ഷേ വിലയിരുത്താൻ സാധിക്കും. ആ സാഹചര്യത്തിലേക്ക് ഇത് എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. അത് അതിനേക്കാൾ താഴേക്ക് പോകുമോ? 272 എന്ന മാജിക് നമ്പറിൽ എത്താൻ സാധിക്കാത്ത തരത്തിൽ BJP എത്തുമെന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി എങ്ങനെയാണ് വിഷ്ണു ഇപ്പോൾ വിലയിരുത്തുന്നത്? കോൺഗ്രസിൻ്റെ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് ശക്തമായി നടക്കുന്നു, BJPനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ വിഷ്ണുവിൻ്റെ ഒരു ഫസ്റ്റ് ടേക്ക് എങ്ങനെയാണ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 ഘട്ടം കഴിയുമ്പോൾ കോൺഗ്രസിന് ഒരു വല്ലാത്ത തരം ധൈര്യം കടന്നുകൂടിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ക്യാമ്പയിൻ ശൈലിയിൽ അത് വ്യക്തമാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ശൈലിയിൽ അത് വ്യക്തമാണ്. നമുക്കറിയാം 2019 ഈ സമയത്ത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ 5 ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. BJP നടത്തുന്ന അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിനെ ചെറുക്കാൻ പറ്റാതെ തളർന്ന് തരിപ്പണമായിരുന്നൊരു കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നമ്മൾ 2019 കണ്ടു. ആ സാഹചര്യത്തിൽ നിന്ന് വിഭിന്നമായി 2024 എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു പക്വമാർന്ന ഒരു ക്യാമ്പയിൻ ശൈലി രൂപപ്പെട്ടിരിക്കുന്നു. പക്ക പോസിറ്റീവാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് ഒരുപാട് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇത്തവണ. അത് ഈ 328 ലോക്സഭാ സീറ്റിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിലാണ് മത്സരിക്കുന്നതെന്ന് ജിഷ്ണു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അത് ഒരു പ്രധാന ഘടകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. സഖ്യകക്ഷികളെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ പ്രചരണം നടത്തി രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രചരണ ശൈലി തന്നെ നോക്കൂ.
ഭരണഘടന ഉയർത്തിക്കാട്ടി അദ്ദേഹം ക്യാമ്പയിൻ നടത്തുകയാണ്. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കയ്യിലൊരു ഭരണഘടനയുടെ ചെറിയൊരു കോപ്പിയുമായി ഇറങ്ങിച്ചെന്ന് പ്രചരണം നടത്തുന്ന ഒരു ശക്തനായ ഒരു രാഹുൽ ഗാന്ധി നമുക്ക് കാണാൻ സാധിക്കും. 2019 നമുക്ക് ഈ സമയത്ത് ഓർമ്മയുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയാകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി ഇത്തവണ അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നില്ല, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നില്ല. പക്ഷേ വല്ലാണ്ടങ്ങ് തളർന്നു പോയ നിൽക്കുന്നൊരു രാഹുൽ ഗാന്ധി നമ്മൾ കണ്ടു. അതിനുശേഷം ഇദ്ദേഹം ഇത്തവണ നടത്തുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ BJPയെ പ്രതിരോധത്തിലാക്കുന്ന ചില പ്രചരണങ്ങളിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇന്ത്യ സഖ്യം ഒരൊറ്റ എന്താ പറയുക ഒരൊറ്റ കൂട്ടായ്മയായിട്ട് നിൽക്കുന്നു. ആദ്യം തുടങ്ങിയ സമയത്ത് ഇന്ത്യ സഖ്യം തുടങ്ങിയ സമയത്ത് നമുക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുന്നോട്ട് പോകുമോ, കോൺഗ്രസ് പാലം വലിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വലിയേട്ടൻ മനോഭാവം കാരണം പലരും ഈ സഖ്യത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമോ, ചിതറിപ്പോകുമോ എന്നൊക്കെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആ ആശങ്കകളെല്ലാം മാറ്റിവെച്ച് ഇന്ത്യ സഖ്യം ഒരൊറ്റ ടീമായി BJPയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ്. ഇത് ഏറ്റവും പ്രധാന കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഈ സമയത്ത് ചർച്ചയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ആദ്യം ചർച്ചയാക്കിയത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹം ആദ്യമായിട്ട് പ്രകടന പത്രികയെക്കുറിച്ച് പറയുന്നത് 1947 മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ആശയങ്ങളോട് സമാനമാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞിടത്ത് BJPക്ക് അടിപറ്റി. അവിടെ കോൺഗ്രസ് തങ്ങളുടെ പ്രകടന പത്രിക ചർച്ചയാക്കാൻ ഉണ്ടാക്കിയത്. കോൺഗ്രസ് എടുത്തു പറയുന്നുണ്ട്, ഇതിന് പകരമായിട്ട് കോൺഗ്രസ് വർഗീയത പറയുകയല്ല ചെയ്തത്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ BJPയെ ചെറുക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്ന, ഹിന്ദുത്വ പ്രചാരണത്തിൻ്റെ മറ്റൊരു വശം പിടിക്കുന്ന, മൃദു ഹിന്ദുത്വം സമീപിക്കുന്ന ഒരു കോൺഗ്രസിനെ നമ്മൾ കണ്ടു. ഇത്തവണ അത് വളരെ കുറവാണ്. ഈ നരേന്ദ്രമോദി പ്രകടന പത്രികയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധി തിരിച്ചു പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, യുവാക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്, OBC വിഭാഗത്തിന് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തുണ്ട് എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രകടന പത്രിക വളരെ രീതിയിൽ ചർച്ചയാകും. കഴിഞ്ഞ 2019 പ്രകടന പത്രിക നമുക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ അവകാശവാദങ്ങളെന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഇത്തവണ കോൺഗ്രസിൻ്റെ ന്യായപത്രികയിലെ പല ഭാഗങ്ങളും പല കാര്യങ്ങളും ഇന്ത്യൻ ജനതയ്ക്ക് അറിയാം എന്നുള്ളത് കോൺഗ്രസിനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അവിടെ BJPക്ക് അടിപതറിയിരിക്കുന്നു എന്നുള്ളത് വേണം ആദ്യത്തെ ഈ 5 കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ UP ഉണ്ട് 80 സീറ്റുകളുമായിട്ട്, ഇപ്പുറത്ത് മഹാരാഷ്ട്രയുണ്ട്, അതുപോലെ ബീഹാറുണ്ട്, രാജസ്ഥാനുണ്ട്, ബംഗാളുണ്ട്. ഈ സംസ്ഥാനങ്ങളെല്ലാം വളരെ ക്രൂഷ്യലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ UP എനിക്ക് തോന്നുന്നു വിഷ്ണു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറയാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ UPയിലെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ സഖ്യം രൂപീകരിച്ച്, കഴിഞ്ഞ തവണ സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇത്തവണ SP വലിയൊരു ശക്തിയായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു ലെവലിലേക്ക് അത് മാറുന്നു. SP മുന്നിൽ നിന്ന് നയിക്കുകയും കോൺഗ്രസ് കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അതിൻ്റെ ഒരു ക്യാമ്പയിനിങ് പാറ്റേൺ ഒക്കെ മാറുന്നു. ഇത്തവണ ഈ പറഞ്ഞ കഴിഞ്ഞ തവണ എന്താ പറയുക 64 സീറ്റുകൾ NDA അല്ലെങ്കിൽ BJP നേടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇത്തവണ നേടുന്ന ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്, കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ രാജസ്ഥാൻ എടുക്കുകയാണെങ്കിൽ, രാജസ്ഥാൻ ഈ പറഞ്ഞ പോലെ 25-25 NDA എടുത്താണ്, 24 BJPക്കും 1 സഖ്യകക്ഷിക്കുമായിട്ട് 25 സീറ്റുകളും ഈ പറഞ്ഞതുപോലെ NDA സഖ്യം കൊണ്ടുപോയതാണ്. അവിടെ ഇത്തവണ നമുക്കറിയാം ശിഖാവതി മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ ഈ രജ്പുത്സ് BJPക്ക് എതിരായ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇത്തവണ മുഴുവൻ സീറ്റും നേടാൻ BJPക്ക് അവിടെ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മുഴുവൻ സീറ്റ് നേടിയ സംസ്ഥാനങ്ങൾ എടുത്താലും, ഇപ്പോൾ ഡൽഹി 7 സീറ്റും BJP നേടിയ ഡൽഹിയിൽ ഇത്തവണ 7 നേടാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കെജ്രിവാൾക്ക് ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് റീ എൻട്രി കെജ്രിവാളിന്റെ. കാരണം കെജ്രിവാളിന്റെ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ ബ്ലണ്ടർ സംഭവിച്ചിരിക്കുന്നു. അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്ന നായകനായിട്ട് കെജ്രിവാൾ തിരിച്ചു വരുന്നു. കെജ്രിവാൾ കുറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. കെജ്രിവാൾ ഈ പറയുന്ന മോദിയുടെ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ള ലൈനിൽ അത് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കുന്നുണ്ട്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഹരിയാനയിലേക്ക് എത്തിയാൽ എന്താ സാഹചര്യം? 10ൽ 10 നേടിയതാണ് BJP. ആ 10ൽ 10 എന്ന് പറയുന്ന അവസ്ഥ ഇത്തവണ എന്തായാലും ആവർത്തിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവിടെ സഖ്യത്തിൽ പ്രശ്നങ്ങളുണ്ട്. JJP വിട്ട് പോരുകയും കോൺഗ്രസിനൊപ്പം ചേരാൻ നിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ക്ലാഷ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഹരിയാനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർഷക സമരവും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളുടെ ഈ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബംഗാളിലേക്ക് വന്ന എന്താ അവസ്ഥ? ബംഗാളിൻ്റെ അവസ്ഥ ഇതേ സമാനമായ സാഹചര്യത്തിൽ വലിയ
പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വളരെ ഇൻക്ലൂസീവായ അല്ലെങ്കിൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയധികം വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ബംഗാളിലെ വിഷയങ്ങളാണ് ബംഗാളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സന്ദേശ് ഗാലി ഒരു ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയമന വിവാദമുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഇതെല്ലാം ആളി കത്തിച്ചെങ്കിലും അവസാന നിമിഷത്തേക്ക് ഇതെല്ലാം മമത നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ അവരുടെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ സന്ദേശ് ഗാലി എന്ന് പറയുന്ന അതിലെ സർവൈവേഴ്സ് തന്നെ നേരിട്ട് വന്ന് അവർ തന്നെ പറയുന്നു, ഞങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, ഈ പറയുന്ന ആരോപണം തെറ്റാണ്, ഞങ്ങളെ കൊണ്ട് വെള്ള പേപ്പറിൽ BJP-ക്കാർ ഒപ്പിടിപ്പിച്ചതാണ് എന്ന് ഈ പറയുന്ന സർവൈവേഴ്സ് തന്നെ പറയുന്നു. അതുപോലെ ഈ പറയുന്ന നിയമന വിവാദത്തിൻ്റെ കാര്യങ്ങളൊന്നും അത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മമത പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ഞാൻ സന്ദേശ് ഗാലിയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്ര ആത്മവിശ്വാസത്തിലേക്ക് അവരെത്താണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ സ്വീപ്പ് എന്തായാലും BJP-യുടെ ഭാഗത്തേക്ക് ഉണ്ടാവില്ല. അതില്ലാതിരിക്കുന്ന സമയത്തേക്ക് BJP 300-ൽ താഴേക്ക് പോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 300-ൽ താഴേക്ക് പോകുമ്പോൾ അത് 270-ലും താഴേക്ക് പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിഷ്ണു എന്താ തോന്നുന്നത്? ഈ UP-യിലൊരു സാഹചര്യം നോക്ക്, വിഷ്ണു സൂചിപ്പിച്ച പോലെ നമുക്ക് ആദ്യം തുടങ്ങാം. UP-യെ സംബന്ധിച്ച് കോൺഗ്രസ് പിന്നിലാണ്, 17 സീറ്റിലാണ് മത്സരിക്കുന്നത്. അവിടെ SP ഒരു പ്രധാന ശക്തിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതായത് അഖിലേഷ് യാദവാണ് അവിടെ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന മുഖം, ഇന്ത്യൻ മുഖം എന്ന് പറയുന്നത്, ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് അഖിലേഷ് യാദവാണ് UP-യിൽ. അദ്ദേഹം അവിടെ നടത്തുന്നൊരു ഫോർമുലയുണ്ട്. അതായത് OBC, ഈ SP-യുടെ ഒരു വോട്ട് ബെൽറ്റ് എന്ന് പറയുന്നത് യാദവ മുസ്ലിം വിഭാഗമാണ്. അതെപ്പോഴും അവിടെ സേഫാണ്. അതിനപ്പുറത്തേക്ക് OBC-ക്കാരെയും പിന്നോക്ക വിഭാഗക്കാരെയും കൂടെ കൂട്ടി, അതായത് BSP-യുടെ വോട്ട് ഭാഗമായിട്ടുള്ള ദളിത് വിഭാഗം ഉൾപ്പെടെയുള്ളവരെ കൂടെ കൂട്ടാൻ വേണ്ടി സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തി. ഏറ്റവും കൂടുതൽ OBC-ക്കാരെ, പിന്നോക്ക വിഭാഗക്കാരെ അവിടെ സ്ഥാനാർത്ഥികളാക്കി. യാദവ് വിഭാഗത്തിൽ നിന്നുള്ള വെറും 5 വരെ ഉള്ളൂ. ഈ 5 പേര് ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാർ തന്നെയാണ്. അതായത് മുലായം സിംഗ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള 5 പേർ മത്സരിക്കുന്നു. ഈ 5 പേര് മാത്രമാണ് യാദവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളായി UP-യിലുള്ളത്. ബാക്കി എല്ലാവരും ഈ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. ഈ SP ഈ അഖിലേഷ് യാദവ് ചെല്ലുന്നിടത്തെല്ലാം അതിഗംഭീരമായ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ഗ്രാമീണരായാലും സ്ത്രീകളായാലും യുവാക്കളായാലും ഓടിയെത്തി. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കൊണ്ട് രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും സംസാരിക്കാൻ പറ്റാത്ത അത്ര തരത്തിൽ ജനക്കൂട്ടം ഇരച്ചു കയറി സംഘർഷമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ. അതെ, അത് UP പോലൊരു സംസ്ഥാനത്തിൽ, അതായത് BJP-യുടെ ഉരുക്കുകോട്ട എന്ന് RSSും സംഘപരിവാറും BJP-യും പറയുന്ന ഈ സംസ്ഥാനത്തിൽ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി അവിടെ ക്യാമ്പയിൻ നടത്തുന്ന ഒരു രസകരമായ ഒരു സാധനമുണ്ട്. ആദ്യം പ്രസംഗിക്കുന്നത് അഖിലേഷ് യാദവാണ്, അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തിലേക്ക് വരുന്നത്. അവിടെയും ഞാനല്ല പ്രധാനി, അദ്ദേഹമാണ്, അഖിലേഷ് യാദവാണ് പ്രധാനി എന്നൊരു ഒരു മെസ്സേജ് കൊടുത്ത് അണികളെ കൂടെ നിർത്തി, SP അണികളെ കൂടെ നിർത്തി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി UP-യിലേക്ക് പോയിട്ടില്ല. ആ സമയത്തെല്ലാം അവിടെ ക്യാമ്പയിൻ നടത്തുന്നത് അഖിലേഷ് യാദവാണ്. അഖിലേഷ് യാദവ് എല്ലാ ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹം ആളെ കൂട്ടുകയാണ്. അപ്പോൾ അഖിലേഷ് യാദവിന് പിന്തുണ കൊടുത്ത് നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ റായ്ബറയിലേക്കുള്ള പോക്ക്, അത് ഒരു കണക്കിന് കോൺഗ്രസിന് അവിടെ ഗുണം ചെയ്യും. സോണിയാഗാന്ധി പറയുന്നുണ്ട്, എൻ്റെ മകനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതൊരു വൈകാരികമായൊരു മെസ്സേജാണ്. തവണ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ജയിപ്പിക്കണം, എന്ത് വില കൊടുത്തും ജയിപ്പിക്കണമെന്ന് SP-യും പറയുന്നുണ്ട്, അഖിലേഷ് യാദവും പറയുന്നുണ്ട്, എന്ത് വില കൊടുത്തും ഞങ്ങൾ ജയിപ്പിച്ചിരിക്കും എന്ന്. ആ ഉറപ്പ് അഖിലേഷിൻ്റെ ഉറപ്പാണ് അവിടെ കോൺഗ്രസിൻ്റെ ഉറപ്പ്. അപ്പോൾ കോൺഗ്രസ് UP-യുടെ കഥ അങ്ങനെയാണ്. എന്തായാലും പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കാര്യം കൂടിയുണ്ട്. UP-യിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി UP-യിൽ മാത്രമല്ല എല്ലാ മേഖലയിലും പോകുന്നുണ്ട്. രാജ്യത്തെ എല്ലാ മേഖലയിലും പോയി ഒരു സ്റ്റാർ ക്യാമ്പയിനറായി, ഫുൾ ടൈം ക്യാമ്പയിനർ. അതെ. എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധി മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഈ UP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവർ വളരെ ചുരുക്കം ബെൽറ്റുകളിൽ പോയി മാത്രമാണ് അവരുടെ ഒരു ക്യാമ്പയിൻ ശൈലി എന്ന് പറയുന്നത്. മുമ്പ് ശ്രദ്ധിച്ചേർന്നവർക്ക് അറിയാം, അവർ ഈ സ്ത്രീകളോട് സംസാരിക്കുക, കുട്ടികളോട് സംസാരിക്കുക, ചെറിയ കൂട്ടങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നൊരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. ഈ 2024 പ്രിയങ്ക ഗാന്ധിയുടെ ക്യാമ്പയിൻ ശൈലി വളരെ വ്യത്യസ്തമാണ്. അവർ വലിയൊരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നു, അവർ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഞാനിതാ നിങ്ങളിൽ ഒരാളായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നു.
നടത്തുന്നു. പലപ്പോഴും ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള ചില വാക്കുപ്രയോഗങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ അപ്പുറത്ത് രാഹുൽ ഗാന്ധി വളരെ സംയമനത്തോടെ കൃത്യമായ പ്ലാനിങ്ങോടെ നിൽക്കേണ്ടടുത്ത് പിന്നോട്ട് നിന്ന്, അതെ മുന്നോട്ട് വരേണ്ടടുത്ത് മുന്നോട്ട് വന്ന് മോദിയെ കടന്നാക്രമിക്കുന്നു, അദാനി അംബാനി വിഷയം ചർച്ചയാക്കുന്നു. അങ്ങനെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി കോൺഗ്രസിന് വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ബീഹാറിലും വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു ബംഗാളിലെ കാര്യം മമത ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് അവർ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തിയത്. ഞാൻ പുറത്തു നിന്ന് പിന്തുണയ്ക്കും എന്നൊരു പ്രഖ്യാപനം മമതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ത്യ സഖ്യം വരും എന്നൊരു തോന്നൽ മമതയ്ക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ. അതുപോലെ മഹാരാഷ്ട്ര, അതായത് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ 48 സീറ്റുകളാണുള്ളത്. 48 സീറ്റിൽ കഴിഞ്ഞ തവണ NDA സഖ്യത്തിന് ലഭിക്കുന്നത് 41 സീറ്റുകളാണ്. 41-ൽ 23 BJPക്കും 18 ശിവസേനയ്ക്കുമാണ്. ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് മഹാരാഷ്ട്രയിൽ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശിവസേന രണ്ടായി സ്പ്ലിറ്റായി കഴിഞ്ഞു. അതുപോലെ തന്നെ NCPയും രണ്ടായി വിഘടിച്ച് കഴിഞ്ഞിരിക്കുന്ന കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 41 സീറ്റുകളിൽ 18 സീറ്റ് ശിവസേന വിജയിക്കുന്നത് ശിവസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി അവർ മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറയെ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ ജയിച്ച 18 സീറ്റുകളാണത്. അതായത് അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ, അവരുടെ ഫേസ് എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ കൂടെ ഇല്ല ഇത്തവണ. അതായത് ഈ പറയുന്ന അപ്പുറത്തുള്ള വിഭാഗത്തിൻ്റെ, ഈ പറയുന്ന ഷിൻഡെ വിഭാഗത്തിൻ്റെ കൂടെ ഈ പറയുന്ന ഫിഗർ ഇല്ല. അതേ കാര്യം തന്നെയാണ് NCPയിലും സംഭവിച്ചിരിക്കുന്നത്. NCP ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്ക സമയത്ത് തന്നെ കോടതിയിൽ പോയി ആവശ്യപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശരത് പവാറിൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്താൻ NCP അജിത് പവാർ വിഭാഗത്തെ അനുവദിക്കരുത് എന്നാണ്. അതായത് ഇപ്പോഴും അവർക്ക് കൃത്യമായി അറിയാം ഈ പറയുന്ന ശരത് പവാറിൻ്റെ മുഖം വെച്ചുകൊണ്ട്, ചിത്രം വെച്ചുകൊണ്ട് പ്രചരണം നടത്തിയാൽ മാത്രമേ വോട്ട് വീഴൂ എന്ന ധാരണ ഇവർക്കുള്ളത് കൊണ്ടാണ് അവരത് ചെയ്തത്. അവർ പല സ്ഥലത്തും അത് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവർ കോടതിയിലോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ കഴിഞ്ഞ തവണ ശിവാജി പാർക്കിൽ, ഈ മഹാരാഷ്ട്രയിലെ ശിവാജി പാർക്കിൽ നടന്ന ആ ഇന്ത്യ സഖ്യത്തിൻ്റെ മഹാറാലി ഉണ്ടല്ലോ, ന്യായ് യാത്ര കഴിഞ്ഞ ഉടനെ നടന്ന ആ വലിയ സമ്മേളനം, ആ സമ്മേളനം മുഴുവൻ ഞാൻ കണ്ടതാണ് ലൈവ്. ആ സമ്മേളനം ലൈവ് കാണുന്ന സമയത്ത് അതിൽ ഏറ്റവും അധികം കയ്യടി നേടുന്ന നേതാക്കൾ എന്ന് പറയുന്ന ഒന്ന് ശരത് പവാറും, പിന്നൊന്ന് ഉദ്ധവ് താക്കറെയും, പിന്നൊന്ന് തേജസ്വി യാദവാണ്. ഈ 3 മനുഷ്യരെന്ന് പറയുന്നത് ഒരു ഫിഗറായി ഇപ്പോഴും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ തേജസ്വി യാദവ് പുതുതായി ഉയർന്നു വന്നൊരു ഫിഗറാണെങ്കിൽ കൂടി ഉദ്ധവ് താക്കറേക്കും NCPയുടെ തലപ്പത്തുള്ള ശരത് പവാറിനും അവിടെയുള്ളൊരു ഇമേജ് ഉണ്ട്. അത് അവരുടേതായ ഇമേജാണ്. ആ ഇമേജ് ഇത്തവണ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയാണ്. ഉദ്ധവ് താക്കറെ ശക്തമായി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ശക്തമായെന്ന് പറഞ്ഞാൽ BJPയെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനിങ് ഉദ്ധവ് താക്കറെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യം മഹാരാഷ്ട്രയിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം ഏതാ? കർണാടകയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കർണാടകയെ സംബന്ധിച്ചിടത്തോളം 28 സീറ്റിൽ 25ഉം NDAക്കാണ്. 24ഉം 1ഉമായിട്ട് 25 സീറ്റും NDAക്കാണ്. കർണാടകയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ വലിയ തിരിച്ചുവരവ് സംഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ വന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടും വളരെ ക്രൂഷ്യലായിട്ടും കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സംസ്ഥാനങ്ങളിൽ, ഫോർ എക്സാമ്പിൾ ബംഗാളും അതുപോലെ കർണാടകയും, ഈ 2 സംസ്ഥാനങ്ങളിലും ജനക്ഷേമ പദ്ധതികളുടെ പേരിൽ ആണ് അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടി മത്സരിക്കുന്നതും അത് പ്രചരണം നയിക്കുന്നതും. സ്ത്രീകളുടെ അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2019 തെരഞ്ഞെടുപ്പിലാണ് ശരിക്കും പുരുഷന്മാരെക്കാൾ അധികം സ്ത്രീ വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. 2024 സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർണാടകയിൽ ഒരു വളരെ ശക്തമായ പദ്ധതി കോൺഗ്രസ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഗൃഹലക്ഷ്മി പദ്ധതിയാണ്. പ്രതിമാസം 2000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പദ്ധതി. അതേപോലെ തന്നെ ബംഗാളിൽ ലക്ഷ്മീർ ബന്ദർ എന്ന് പറഞ്ഞ മറ്റൊരു പദ്ധതി കൂടി മമതാ ബാനർജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് പ്രതിമാസം ഒരു തുക നൽകുന്ന 1000 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു തുക നൽകുന്ന പദ്ധതിയാണ്. ഇതിൻ്റെ ബെനിഫിഷ്യറീസാണ് അവിടുത്തെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വലിയൊരു ശതമാനം സ്ത്രീകളും. അതുകൊണ്ട് തന്നെ ഈ ജനക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും അങ്ങനെ പ്രചരണം നയിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ മാറുകയും, അതേസമയത്ത് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും
അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെക്കാനോ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. മോദിയെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും ഈ പറയുന്ന വർഗീയവാദവും അല്ലാതെ മറ്റൊരു കാര്യമില്ല. ഇത് ആളുകൾക്ക് ഇത് മടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. അതായത് ഇത് ഭയങ്കര ഷോർട്ട് മെമ്മറി ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ വളരെ ഷോർട്ടാണ് ആളുകളുടെ ഈ താല്പര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇലക്ഷനിൽ ആളുകൾക്ക് പെട്ടെന്ന് ഈ താല്പര്യം മടുക്കും. അതായത് ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഈ വ്യൂവർഷിപ്പ്, സ്ക്രീൻ ടൈം ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്ക് ഓൺലൈനിൽ ലഭിക്കുന്ന സ്വീകാര്യതയും വ്യൂവർഷിപ്പും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ മോദിയുടെ പ്രസംഗങ്ങൾക്ക് വളരെ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. മോദിയുടെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും പുള്ളി എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ അതുപോലെ അല്ല രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. ഈ രീതിയിൽ ആളുകൾക്ക് ഈ സാധനം മടുത്തു തുടങ്ങുന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. എന്താ ഇപ്പോൾ വിഷ്ണു ഈ ജിഷ്ണു നേരത്തെ ഈ ശരത് പവാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ മഹാരാഷ്ട്രയിലെ ബാരാമതി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടുത്തെ കൊട്ടിക്കലാശം നടക്കുകയാണ്. ആ ഗ്രൗണ്ട്, അതായത് ബാരാമതിയിൽ NCP സ്ഥിരമായി കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരുന്ന ഗ്രൗണ്ട് ശരത് പവാറിന് മുമ്പേ അജിത് പവാർ ബുക്ക് ചെയ്യുകയും അവിടെ ക്യാമ്പയിൻ നടത്താൻ അവിടുത്തെ കൊട്ടിക്കലാശം അവിടെ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ശരത് പവാർ ചെയ്യുന്നത് അന്നേ ദിവസം 3 ഇടങ്ങളിൽ പ്രചരണം വെച്ചു, 3 ഇടങ്ങളിൽ റാലി വെച്ചു. ഈ 3 റാലിയിലും പ്രസംഗിച്ചതിന് ശേഷം വേറൊരു ഗ്രൗണ്ടിൽ, അതായത് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തെറ്റിച്ച് അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ഈ ക്യാമ്പയിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുടുംബ വിരുന്നൊക്കെ ഒരുക്കി എല്ലാവരെയും സന്തോഷിപ്പിച്ച് പറഞ്ഞു വിട്ട് എല്ലാവരും ഹാപ്പിയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു പതിവ് ശരത് പവാറിനുണ്ടായിരുന്നു. ഹോം ഗ്രൗണ്ട്, അതെ, ഹോം ഗ്രൗണ്ടാണ്. ആ പതിവ് തെറ്റി ഇദ്ദേഹം വേറൊരു ഗ്രൗണ്ട് എടുക്കുകയും അവിടെ പോയി വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ അദ്ദേഹം വളരെ വൈകാരികമായി ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതായത് വന്ധ്യവയോധികനായിട്ടുള്ള ശരത് പവാർ അങ്ങനെ ഒരു പ്രസംഗം നടത്തുകയാണ് അവിടെ. അതായത് നിങ്ങൾ ഏത് വിധേനയും മോദിയെ താഴെ ഇറക്കണം, ഇത് നമുക്ക് കിട്ടുന്ന അവസാന സാധ്യതയാണ്, ഈ സാധ്യത ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിനി ഇല്ല എന്ന് പറയുന്ന ഒരു പ്രസംഗം അവിടെ ശരത് പവാർ നടത്തുന്നുണ്ട്. ഇത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാവും, അത് വർക്കാവും എന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അവിടെ ഈ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ട്, ഈ ക്യാമ്പയിനിൽ രാഹുൽ ഗാന്ധി ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി പുറകിലാണ്. അത് ഈ SP കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആദ്യം സംസാരിക്കുന്നതും ആദ്യം തീരുമാനമെടുക്കുന്നതും ആദ്യം മാധ്യമങ്ങളെ കാണുന്നതും എല്ലാം ശരത് പവാറാണ്. രാഹുൽ ഗാന്ധി തൊട്ട് പുറകിൽ ഒരു സഹോദരനെ പോലെ ഇതെല്ലാം നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് പല വീഡിയോകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മുന്നേറ്റം കോൺഗ്രസ് ഉറപ്പിച്ചു കഴിഞ്ഞൊരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കോൺഗ്രസ് കൈയൊഴിഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന ഒരു സംസ്ഥാനം മധ്യപ്രദേശാണ്. അവിടെ വലിയ നേതാക്കൾ ആരും പോകുന്നില്ല, അവിടെ പ്രചാരണം വളരെ തണുപ്പനാണ്, അവിടെ പ്രാദേശിക നേതൃത്വവുമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നു, അവിടെ കമൽനാഥാണ് ക്യാമ്പയിൻ നടത്തുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. മധ്യപ്രദേശിൽ നിന്നൊരു ഒരു മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാകാൻ സാധിക്കുന്നില്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവ് കോൺഗ്രസ് ഉപയോഗിക്കുന്നത് രാജസ്ഥാനിലും കർണാടകയിലും തെലങ്കാനയിലും ഒക്കെയുള്ള വേദികളിലാണ്. അത് ഈ മധ്യപ്രദേശും ഗുജറാത്തും ഒക്കെ കയ്യിൽ നിന്ന് പോകുമെന്ന് ഉറപ്പുള്ളപ്പോൾ, കിട്ടില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ മറ്റിടങ്ങളിലേക്ക് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രധാന ഭാഗം ഈ സഖ്യകക്ഷികൾക്ക് നൽകുന്നു. ഈ സഖ്യകക്ഷികളുടെ കൂടെ നിന്ന് ക്യാമ്പയിൻ നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ വളരെ കറക്റ്റ്. അതായത് ഈ പറഞ്ഞ ഫോക്കസ് പോയിന്റ് എവിടെയാണെന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു എന്നുള്ളത്. അതായത് നമ്മൾ ചുമ്മാ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ സമയം കളയേണ്ടതില്ല, അതിനപ്പുറം ഇങ്ങോട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റുകയാണ്. അതുപോലെ UP-യിലേക്ക് വരുമ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു. അതായത് SP മുന്നിൽ നിർത്തുന്നു, SP നയിക്കുന്ന ക്യാമ്പയിൻ ആക്കി അത് മാറ്റുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും അവിടുത്തെ സാഹചര്യം, അതെ, ബീഹാറിലെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ ബീഹാറിൽ കൃത്യമായിട്ട്, ബീഹാറിൽ എന്ന് വെച്ചാൽ തുടർച്ചയായി ചതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിതീഷ് കുമാറാണ് അപ്പുറത്തുള്ളത്. അതായത് നിതീഷ് കുമാർ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടതെന്ന് ഒരു 2014 നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെമ്പാടും ഒരു മോദി തരംഗം അലയടിച്ച തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ ഉടനെ 2015 നടക്കുന്ന ബീഹാർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ അതിശക്തമായി പ്രതീക്ഷ ഉണ്ടാക്കിക്കൊണ്ടുവരികയും ഒരു സംസ്ഥാന സർക്കാർ രൂപീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിന്നൊരു ബീഹാറാണത്. ആ സ്ഥലത്ത് ഇങ്ങനെ തുടർച്ചയായി തങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന നിതീഷ് കുമാറിന് അവര് മാപ്പ് കൊടുക്കുമോ എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. തേജസ്വി യാദവ് എന്ന് പറയുന്ന ഒരു വലിയ ഇമേജ്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ തിരിച്ചു പോകുന്ന സമയത്ത് ഇത്രയും പരിഹാസത്തോടെ തേജസ്വി യാദവ് എല്ലാ വേദികളിലും
ഈ പറഞ്ഞ നിയമസഭയിലെ പ്രസംഗത്തിലും ഒക്കെ നിതീഷ് കുമാറിനെ കളിയാക്കാൻ സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റം കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു എഡ്ജ് തേജസ്വിയുടെ കയ്യിലാണുള്ളത്. അതുപോലെ തന്നെ ബീഹാറിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഈ പറയുന്ന ജാതി സെൻസസ് നിതീഷ് കുമാറാണ് അവിടെ കൊണ്ടുവന്നത്, നിതീഷ് കുമാറാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ബീഹാറിൽ നിതീഷ് കുമാറിന് ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിതീഷ് കുമാർ ഉള്ളത്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുമാണ്. അവരുടെ ഈ പറയുന്ന മാനിഫെസ്റ്റോയിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഈ രീതിയിൽ ഫോക്കസ് എവിടെ ചെയ്യണമെന്നുള്ളത് കോൺഗ്രസ് കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ജാതി സെൻസസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇത് ബീഹാറിൽ നടത്തിയ പരിപാടിയാണെങ്കിലും ഇതിൻ്റെ അലയൊലികൾ ചെന്ന് നിൽക്കുന്ന യു പിയിലായിരിക്കുമെന്ന് മോദി തിരിച്ചറിഞ്ഞു. അവിടെയാണ് ഈ ഒ ബി സിക്കാരുടെയും ദരിദ്രരുടെയും സ്വത്ത് തട്ടിയെടുത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകും എന്നുള്ള ഒരു വർഗീയ പരാമർശം നടത്താനുള്ള കാരണം ആയി ഞാൻ വിലയിരുത്തുന്നത് അവിടെ SP നടത്തിയ ഈ പിന്നോക്കക്കാരെ സ്ഥാനാർത്ഥികളാക്കിയതിൻ്റെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇറക്കുന്നതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഈ RJDയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലാലു പ്രസാദ് യാദവ് അത്ര സജീവമായിരുന്നില്ല. അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞ് പിന്നീട് ആശുപത്രിവാസം, അതിന് തുടർന്നുള്ള ചികിത്സയും ഒക്കെ കഴിഞ്ഞ് വിശ്രമവേളയിലായിരുന്നു. അതുകൊണ്ട് RJDക്ക് ഒരു ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് ചില്ലറക്കാരനല്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായ പാർട്ടിയെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനെ ചെറുതായി കാണുകയല്ല. പക്ഷേ ഇത്തവണ ലാലു ആണ് RJDയുടെ ഒരു ബലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മകളുടെ വൃക്കയും എടുത്തു വെച്ച ആ മനുഷ്യൻ എല്ലാ വേദിയിലും വന്ന് നിന്ന് പ്രസംഗിക്കുകയാണ്. അത് മാത്രമല്ല, അതിന് കൂടെ ചേർത്തൊരു കാര്യം പറ്റേ, ലാലുവിന് ഒരു പ്രതികാരം കൂടിയുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലാലു ജയിലിൽ കിടക്കുകയാണ്. അതെ, ആ അവസ്ഥ സംഭവിച്ചത്. 2024 തിരിച്ചു വന്ന് അയാളുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് BJP പരാജയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ RJD ഇതുവരെ BJPയും RSSുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. അദ്വാനിയെ പിടിച്ച് ജയിലിലിട്ട കക്ഷിയാണ്. അതേ ആർജവത്തോടു കൂടി ഇവിടെ മോദിക്കെതിരെയും പോരാടുന്നുണ്ട്. അതുകൊണ്ട് RJDയെ സംബന്ധിച്ച് അവർ ഉറപ്പിച്ചിട്ടുണ്ട് അവിടെ ഞങ്ങൾ ഇവിടെ ജയിച്ചു വരും എന്നുള്ള കാര്യം. RJD അവിടെ ഒരു പ്രധാന ശക്തിയാണ്. അവിടെ ലാലു ഒരു ഏറ്റവും കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിന് പിറകിൽ അവിടുത്തെ ജനങ്ങൾ അണിനിരക്കും എന്നുള്ളതാണ് ബീഹാറിലെ ഒരു പ്രതീക്ഷ. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ എല്ലാ ഘട്ടങ്ങളിലും 5 ഘട്ടങ്ങളിലായി നിലനിന്നിരുന്ന ട്രെൻഡുകളും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായി തൊഴിലില്ലായ്മ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പലയിടങ്ങളിലും. അത് ആളുകൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഇലക്ട്രൽ ബോണ്ട് കേസ് വലിയ തിരിച്ചടി BJPക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ, അതായത് ഈ പറയുന്ന ബെൻസ്വാരയിൽ നടത്തിയ ഈ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്നും എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ പരാമർശം, അതുപോലെ അതിനുശേഷം നരേന്ദ്രമോദി നടത്തിയ പരാമർശങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് തിരിച്ചടിച്ചിട്ടേ ഉള്ളൂ. ഇത്രയും കാലത്ത് അദ്ദേഹം നടത്തിയ ഈ പറഞ്ഞ പോലെ ഈ മാനിഫെസ്റ്റോ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് തിരിച്ചടിച്ചു. ഇങ്ങനെ എല്ലാം തിരിച്ചടിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പുതിയതായി ഒന്നും BJPക്ക് പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിൽ കാണുന്നത്. BJPക്ക് പുതുതായി ഒരു ക്യാമ്പയിനിങ് സബ്ജക്റ്റും ഇല്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ചിലപ്പോൾ UPA ഭരണകാലത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട പദ്ധതികളുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന സർവശിക്ഷാ അഭിയാൻ പോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ള രീതിയിൽ സാധാരണക്കാരെ ഏറ്റവും അടിത്തട്ടിൽ വരെ സ്വാധീനിക്കുന്ന തരത്തിൽ, ബാധിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിന് ഒരു തരത്തിലൊരു പദ്ധതിയും മുന്നോട്ട് വെക്കാനില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടർ കൊടുത്ത ഉജ്ജ്വൽ യോജനയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പിന്നീട് അത് എല്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടു. അതായത് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു സിലിണ്ടർ മാത്രമാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത്. പിന്നെ ബാക്കി സിലിണ്ടറുകൾ ഇവർ ഈ പൈസ ഇപ്പോൾ ഉള്ള മാർക്കറ്റിലെ പൈസ കൊടുത്ത് വാങ്ങണമെന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ BJPക്ക് അടിപതറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ക്യാമ്പയിനിങ് സബ്ജക്റ്റും ഇല്ലാതെയാണ് അവർ ഇനി അടുത്ത ബാക്കിയുള്ള 2 ഘട്ടങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ BJPയുടെ നരേന്ദ്രമോദിയുടെ ഒരു ക്യാമ്പയിൻ ശൈലി ഒന്നെടുത്ത് നോക്കൂ ഈ തെരഞ്ഞെടുപ്പിൽ. അതായത് ആദ്യം അദ്ദേഹം പറയുന്നത് BJP 400-ന് മുകളിൽ സീറ്റ് നേടി ഉറപ്പായും അധികാരത്തിലെത്തിയിരിക്കും എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. എല്ലാ റാലികളിലും പോയി പറയുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു ഇന്ത്യ വിശ്വഗുരുവായിട്ട് മാറുകയാണ്, ഇന്ത്യയെ എല്ലാവരും ശ്രദ്ധിക്കുന്നു, ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.
അവസാനിപ്പിക്കുന്നു. ഈ വാജ്പേയി സർക്കാരിനെ താഴെ ഇറക്കുന്ന ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ത്യ തുടങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യം തിരിച്ചടിയായതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ആ മുദ്രാവാക്യം അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ഞാൻ യുവാക്കൾക്കും സ്ത്രീകൾക്കും വേണ്ടി പോരാടുന്ന ആളാണ് ഞാൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവിടെയും രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. യുവാക്കൾക്ക് നിങ്ങൾ എന്ത് നൽകി, എത്ര ജോലി നൽകി പറയൂ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മോദി പിന്നെയും ആ സബ്ജക്റ്റ് മാറ്റിയിട്ട് ഈ OBC കാർഡ് ഇറക്കുകയാണ്. OBC കാരുടെ സ്വത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകി എന്നുള്ള ചർച്ച നൽകും എന്നുള്ള ചർച്ച അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. മംഗല്യസൂത്ര കെട്ടുതാലി വരെ പിടിച്ചെടുത്ത് കോൺഗ്രസ് കൊണ്ടുപോകും എന്നുള്ള പ്രചാരണം നടത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല. ഇതിനിടയ്ക്ക് അദാനി വിഷയത്തിലേക്ക് വലിച്ചിടുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ അദാനിയെക്കുറിച്ച് മിണ്ടാത്തത് എന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിക്കുന്നിടത്ത് മോദിയുടെ പണിവാളി എന്ന് നമുക്ക് മനസ്സിലാക്കണം, അടി പതറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. മോദി പിന്നീട് ആ വിഷയം ഉയർത്തിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒന്നും വിട്ടില്ല, ആ ഭാഗത്തേക്ക് പോകുന്നേയില്ല. മറിച്ച് അദ്ദേഹം പിന്നീട് വർഗീയ കാർഡിറക്കുകയാണ്. തുടരെ വർഗീയ പ്രസംഗങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ഈ ക്യാമ്പയിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ ജിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറേ കഴിയുമ്പോൾ ജനങ്ങൾക്ക് മടുക്കും. കേട്ട് പല്ലവികൾ തന്നെ പിന്നെയും പറയുക. ഇത്തവണ പിന്നെ ഇനി വരാൻ പോകുന്ന ഇനി 2 ഘട്ടങ്ങളുണ്ട്. ഞാനും വിചാരിക്കുന്നത് ഉറപ്പായും മോദിയുടെ ഒരു കരച്ചിൽ അവസാന ഘട്ടങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം അങ്ങനെയാണ് ഈ ഞാനൊരു ശക്തനാണ് എന്നുള്ള ആംഗിളിൽ നിന്ന് ഇങ്ങനെ ഒന്നും നടക്കാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനൊരു കരച്ചിൽ പതിവാണ്. അത് മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത്തവണയും നമുക്കത് കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നതല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആണല്ലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഥ അങ്ങനെ തന്നെയാണ്. പക്ഷേ അപ്പുറത്ത് രാഹുൽ ഗാന്ധി സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു പവർഫുൾ പേഴ്സൺ ആയിട്ട് അവിടെ ഉയർന്നു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കൺക്ലൂഷനിലേക്ക് വന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ ഒരു 10 സീറ്റ് കൂടുതൽ കിട്ടിയാലും അത് BJPക്കുള്ള അടിയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ 100 സീറ്റുകൾ കോൺഗ്രസ് നേടുകയാണെങ്കിൽ എന്താകും ഇന്ത്യൻ രാഷ്ട്രീയം, എന്താകും BJPയുടെ അവസ്ഥ എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. തീർച്ചയായും 100 എത്തണമെന്നില്ല, 100-ൽ താഴെയാണെങ്കിലും ഇപ്പോൾ നേടിയതിനേക്കാൾ എത്ര സീറ്റ് അധികം നേടിയാലും BJPയെ സംബന്ധിച്ചിടത്തോളം വിരളി പിടിപ്പിക്കുന്ന കാര്യമാണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.